ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ആൽഫ ബീറ്റ ഗാമയുടെ റിലേഷൻഷിപ്പ് ആണ്. ആൽഫ ഇൻ ടേംസ് ഓഫ് ബീറ്റ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ആൽഫ എന്താണ്, ബീറ്റ എന്താണെന്ന് എഴുതാം. ആൽഫ എന്താണ്? കോമൺ ബേസിൻ്റെ കറണ്ട് ഗെയിൻ ആണ്. സി ബിയുടെ ഗെയിൻ ആണ് ഈ ആൽഫ എന്ന് പറയുന്നത്. കോമൺ എമിറ്ററിൻ്റെ കറണ്ട് ഗെയിൻ എന്താണ്? ബീറ്റയാണ്. അപ്പോൾ കോമൺ ബേസിൻ്റെ കറണ്ട് ഗെയിൻ ആൽഫ എന്ന് പറയുമ്പോൾ ആൽഫ എന്താണ്? ഐ സി ഡിവൈഡഡ് ബൈ ഐ ഇ ആണ് അല്ലേ. ഔട്ട്പുട്ട് കളക്ടറാണ്, ഇൻപുട്ട് എമിറ്ററാണ്. അപ്പോൾ ഐ സി ബൈ ഐ ഇ ആണ്. ബീറ്റ എന്താണ്? ബീറ്റ എന്ന് പറയുന്നത് ഐ സി ബൈ ഐ ബി ആണ്. ഓക്കെ, ഇനി വേറൊരു റിലേഷനും കൂടെ നമുക്കറിയാം. ഐ ഇ ഈസ് ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി എന്ന് പറയുന്ന റിലേഷനും നമുക്ക് അറിയാം. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ ആൽഫയിൽ നിന്ന് തുടങ്ങി ബീറ്റയിലേക്ക് എത്താൻ പോവാണ്. അപ്പോൾ ആൽഫ ഐ സി ബൈ ഐ ഇ അല്ലേ, അതിന് നമുക്ക് എന്ത് എഴുതാം? ഐ സി ഡിവൈഡഡ് ബൈ ഐ ഇനെ ഐ സി പ്ലസ് ഐ ബി എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു, നമ്മൾ എന്നിട്ട് മുകളിലും താഴെയും ഐ ബി വെച്ച് ഡിവൈഡ് ചെയ്യുക. കണ്ടോ, ഐ സി ബൈ ഐ ബിയുടെ ടേംസിൽ നമുക്ക് കിട്ടണം അല്ലേ, എന്നാലേ നമുക്ക് ഇതെങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഐ സി ബൈ ഐ ബി കിട്ടണമെങ്കിൽ മുകളിലും താഴെ ഐ ബി വെച്ച് ഡിവൈഡ് ചെയ്യുക. മുകളിലും താഴെ ഇവിടെ ഐ ബി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഐ സി ബൈ ഐ ബി കിട്ടും. താഴെ എന്ത് കിട്ടും? ഐ സി ബൈ ഐ ബി പ്ലസ് ഐ ബി ബൈ ഐ ബി. അപ്പോൾ ഇതെന്താ വരിക? ഐ സി ബൈ ഐ ബി എന്താണ്? ബീറ്റയാണ്. ഡിവൈഡഡ് ബൈ ഐ സി ബൈ ഐ ബി അഗൈൻ ബീറ്റ പ്ലസ് 1. അപ്പോൾ ആൽഫ എന്താണ്? ബീറ്റ ബൈ ബീറ്റ പ്ലസ് 1. കിട്ടിയില്ലേ? ഇനി അടുത്തത് ബീറ്റ ഇൻ ടേംസ് ഓഫ് ആൽഫ നോക്കി നോക്കാം. ബീറ്റ ഇൻ ടേംസ് ഓഫ് ആൽഫ. അപ്പോൾ ബീറ്റയിൽ നിന്ന് തുടങ്ങണം. ബീറ്റ എന്താണ്? ഐ സി ബൈ ഐ ബി ആണ് കേട്ടോ. ഇനി ആൽഫയുടെ ടേംസിലേക്ക് എഴുതണം. ആൽഫയുടെ ടേംസിലേക്ക് എഴുതണമെങ്കിൽ ആൽഫ പറഞ്ഞ എന്താണ്? ഐ സി ബൈ ഐ ഇ ആണ്. ഈ ഐ ഇ ഇവിടെ എത്തിക്കണം, ഐ ബീനെ മാറ്റവും വേണം. അപ്പോൾ ഐ ബീനെ മാറ്റി ഐ ഇ എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഐ ഇ ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബിയുടെ അവിടെ ഐ ബീനെ എന്താക്കി മാറ്റാം? ഐ ബി അവിടെ നിർത്തി കഴിഞ്ഞാൽ ഐ സി ഇങ്ങോട്ട് എടുത്താൽ ഐ ഇ മൈനസ് ഐ സി എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഐ ബീനെ എന്ത് എഴുതാം? ഐ ഇ മൈനസ് ഐ സി എന്ന് എഴുതാം. അപ്പോൾ ഐ സി ഡിവൈഡഡ് ബൈ ഐ ബീനെ നമ്മൾ എന്ത് എഴുതുന്നു? ഐ ഇ മൈനസ് ഐ സി എന്ന് എഴുതുന്നു. എന്നിട്ട് ഐ സി ബൈ ഐ ഇ ആണ് ആൽഫ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ടേംസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മുകളിലും താഴെ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ ഐ ഇ ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷനിൽ, ബീറ്റയുടെ ഇക്വേഷനിൽ മുകളിലും താഴെയും ഡിവൈഡഡ് ബൈ ഐ ഇ ചെയ്യുക. ഐ സി ബൈ ഐ ഇ ഡിവൈഡഡ് ബൈ ഐ ഇ ബൈ ഐ ഇ മൈനസ് ഐ സി ബൈ ഐ ഇ. ഐ സി ബൈ ഐ ഇ എന്താണ്? ആൽഫയാകുന്നു. ആൽഫ ബൈ 1 മൈനസ് ആൽഫ. അപ്പോൾ ബീറ്റ എന്താണ്? ആൽഫ ബൈ 1 മൈനസ് ആൽഫ. അത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് അല്ലേ. അടുത്തത് നമുക്കുള്ളത് എന്താണ്? ബീറ്റയും ഗാമയും നമ്മൾ റിലേഷൻ നോക്കാം. ബീറ്റയും ഗാമയും നമ്മൾ റിലേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ പഠിച്ചു. ബീറ്റ ഐ സി ബൈ ഐ ബി ആണ്. അതേപോലെ ഗാമ എന്താണ്? ഐ സി ഐ ഇ ഡിവൈഡഡ് ബൈ ഐ ബി ആണ് അല്ലേ. ഐ ഇ എന്താന്ന് നമുക്കറിയാം, ഐ ബി പ്ലസ് ഐ സി ആണ് ഡിവൈഡഡ് ബൈ ഐ ബി എന്ന് വെച്ചാൽ ഐ ബി ബൈ ഐ ബി പ്ലസ് ഐ സി ബൈ ഐ ബി. അപ്പോൾ ഐ ബി ബൈ ഐ ബി എന്താണ്? 1 ആണ്. പ്ലസ് ഐ സി ബൈ ഐ ബി എന്താണ്? ബീറ്റയാണ്. അപ്പോൾ ഗാമ എന്താണ്? 1 പ്ലസ് ബീറ്റയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ റിലേഷൻഷിപ്പ്. വളരെ എളുപ്പമല്ലേ. ഇതൊന്ന് എഴുതി പഠിക്കുക. പെട്ടെന്ന് 2 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പഠിക്കണേ. താങ്ക് യു.